ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പോകുന്നത് ഞങ്ങളൊരു സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഫസ്റ്റ് ഈസ് ഓൾവേസ് സ്പെഷ്യൽ അല്ലേ? അതായത് ഫസ്റ്റ് കിസ്, ഫസ്റ്റ് ഹഗ്, ഫസ്റ്റ് സാരി, ഫസ്റ്റ് സാലറി, ഇങ്ങനെയുള്ള ആദ്യത്തേതെല്ലാം കുറച്ച് സ്പെഷ്യലായിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ജോലി കിട്ടി പോയ സ്ഥലമാണ്. ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ആദ്യമായിട്ട് ശമ്പളമൊക്കെ വാങ്ങിച്ച് തനിയെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങോട്ടാണ്. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും 5-6 മണിക്കൂർ ട്രെയിനിലിരുന്ന് വന്നു പോകുന്നൊരു സ്ഥലമായിരുന്നു. വേറെ എവിടെയല്ല, ട്രിവാൻഡ്രത്തേക്കാണ് ആക്ച്വലി പോണത്. അപ്പം ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വർക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയത് ടെക്നോ പാർക്കിലായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ തന്നെ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ഇൻ സോ മെനി വേയ്സ്. അപ്പോൾ അങ്ങനെ ഇത്തവണ ഞങ്ങൾ പോകുന്ന പക്ഷേ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണം കൂടാണ്. കൂട്ടത്തിൽ ഞങ്ങളൊന്ന് കറങ്ങാൻ കൂടി വിചാരിച്ചിട്ട് അപ്പോൾ ഈ കഴക്കൂട്ടം ഇതൊക്കെ എത്തുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിട്ട്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിനൊക്കെ എന്നെ നൊസ്റ്റാൾജിയ കഥകളായിട്ട് മടുത്തു. കാരണം ഒന്നുമില്ലെങ്കിൽ 1-2 കൊല്ലം വന്ന് ഇറങ്ങിപ്പോയ സ്ഥലങ്ങളാണല്ലോ ട്രെയിനും. ഇപ്പോൾ ഈ രാവിലെ ഞങ്ങളീ പോകുന്ന ട്രെയിൻ പോലും ഞാൻ ആ സമയത്ത് ദിവസം രാവിലെ പോവും, വൈകുന്നേരങ്ങളിൽ തിരിച്ച്, അതായത് സാറ്റർഡേ വീക്കെൻഡ്സിൽ തിരിച്ചു വരുന്ന ട്രെയിനൊക്കെ ആട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ കൂടിയിട്ട് വിമൽ, അവൻ കൊല്ലത്തുനിന്ന് കയറി. ഇപ്പം അജിത്ത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടാണ്, അവൻ ട്രിവാൻഡ്രം ബേസാണ്. അവൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പിക്ക് ചെയ്തിട്ട് അപർണയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപർണയുടെ വീട്ടിലാണ് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത്. എൻ്റെ കൂടെയുള്ളത് നികിത ആട്ടോ, നികിത എറണാകുളമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴി മുഴുവൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞ അവസാനം നികിത ഒന്ന് നിർത്തടേ എന്നുള്ള ലൈനായി. അപ്പോൾ ഞങ്ങൾ ചെന്നു, ഫുഡൊക്കെ കഴിച്ചു, ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. പോകുന്നത് തമിഴ്നാട് ബോർഡറിലേക്കാട്ടോ. ട്രിവാൻഡ്രത്ത് എനിക്ക് ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്, ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട്. അമ്പൂരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വെള്ളച്ചാട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് അജിത്ത് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളതുകൊണ്ട് ഇതിന് എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ടെന്നൊന്നും അറിയില്ല. അവനൊരു വെള്ളച്ചാട്ടത്തിൽ പോകാം, അത് മീൻസ് അത്രേ ടൈമേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ഒരു ബോർഡറൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് ട്രിവാൻഡ്രം മെയിൻ സിറ്റിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കണ്ടപ്പോൾ എന്താ പറയുക, കുറേ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം മുൻപ് അന്നൂരി എന്ന് പറഞ്ഞൊരു നെല്ലെന്തോ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ആ നെല്ലിന് പേരാണ് അന്നൂരി എന്ന്, അങ്ങനെ പറഞ്ഞാണ് അമ്പൂരി എന്ന് പറയുന്നതാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ അമ്പൂരിയിലത്തെ മെയിൻ അട്രാക്ഷൻ ഈ ബ്രിഡ്ജാട്ടോ. കഷ്ടിച്ച് ഒരു ഓട്ടോയ്ക്ക് പോകാൻ പറ്റുന്ന വഴിയേ ആ ബ്രിഡ്ജേ ഉള്ളൂ, വിടവേ ഉള്ളൂ. വേറെ ഒരാൾക്ക് സൈഡിൽ നിന്നാൽ പോലും ഓട്ടോയ്ക്ക് പോകാൻ പറ്റില്ല, നമ്മൾ ഇപ്പുറത്ത് കടന്ന് വരണം, എന്നാലേ പറ്റുള്ളൂ. ഇത് ആക്ച്വലി നെയ്യാർ ഡാമിൻ്റെ വരുന്ന ഇതാണ്, കൈവരിയെന്നോ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് ഈ ഫുൾ ഏരിയ എന്ന് പറയണേ. അപ്പം ഞങ്ങൾ ചെന്ന സമയം കുറച്ച് കൂടിപ്പോയ സമയമാണ്, കാരണം നട്ടുച്ച സമയമായിപ്പോയി ഞങ്ങളവിടെ ചെന്നതുകൊണ്ട്. ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങളൊന്ന് വെയിലാറാൻ വേണ്ടിയിട്ടൊക്കെ നിന്നെങ്കിലും പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടന്നു എന്നുള്ളത് ശരിയാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആനക്കുളം എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അങ്ങോട്ടാണ് പോകാൻ വേണ്ടി നിൽക്കണത്. പക്ഷേ അവിടെ അടുത്തുള്ളൊരു കടയിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ വെള്ളമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരം. ഞാൻ പറഞ്ഞില്ല, വെയിൽ ഭയങ്കര അതികഠിനമായിരുന്നു. എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമൊക്കെ നടന്ന്, അപ്പോഴാണ് ഞാൻ പറഞ്ഞ മറ്റേ സംഭവം നടന്ന്. പുറകെ ഒരു ഓട്ടോ വന്നു, എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ നടന്ന് ഇപ്പുറത്ത് വരെ വരേണ്ടി വന്നു. അപ്പോൾ ഈ പാലം കടന്ന് അപ്പുറത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. കുറേ ബൈക്കിൽ കുട്ടികളൊക്കെ പോകണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിൽ. അവർ തിരിച്ചും വരുന്നുണ്ടായിരുന്നു. അവരുടെ ചോദിച്ചപ്പോൾ അവർ അവിടെ വെള്ളമൊന്നുമില്ല ചേച്ചി, അവിടെ ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ടാണ് അവർ പോണത്. ഞങ്ങൾ വിചാരിച്ചു ഈശ്വര, എവിടെയൊക്കെ വീഡിയോയിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് നെറ്റിൽ നോക്കാനും പറ്റുന്നില്ല ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ അവിടുത്തെ ഒരു താമസിക്കുന്ന കുട്ടി 2-3 പിള്ളേർ പോകണുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരൊരു വഴി പറഞ്ഞു തന്നു. പക്ഷേ ആ വഴി ഭയങ്കര എന്താ പറയുക, ഈ പിള്ളേർ ഇപ്പം തന്നെ ഇങ്ങനെ തൂക്കിക്കൊണ്ടാണ് പോണത്. അപ്പോൾ ഇനി ആ വഴിയും കൂടി ഞങ്ങൾക്ക് നടക്കാൻ വയ്യ, ബാഗുണ്ട്, പിന്നെ ഈ കുട്ടികളെയും തൂക്കിക്കൊണ്ട് പോയാൽ മടുപ്പാവും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ശരി പോകണ്ട, കാരണം ഇത്രയും ദൂരം ഞങ്ങൾ ചുറ്റും നടന്നു കുറേ ദൂരം. പക്ഷേ വീണ്ടും വെള്ളമില്ല, ഞങ്ങൾ ചുമ്മാ ഈ നടന്നിട്ട് അവസാനം ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു, ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട്. ഇനി എങ്ങോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിലായിരുന്നു. കുറേ സ്ഥലങ്ങളുണ്ടെന്ന് കേട്ടു. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിച്ചിട്ടാവാം ഇനി ബാക്കി എക്സ്പ്ലോറേഷൻ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഈ അമ്പൂരിയുടെ അടുത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്, വില്ലൂന്നിമല, നെല്ലിക്കാമല, കാക്കാപ്പെട്ടി, ആനക്കുളം, കൊടുത്തിപ്പാറ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ് എനിക്കറിയുന്നത്. തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ, ഇത് ഈ
എന്താ പറയുക, നമ്മളെ റോഡിൽ കൂടെ കാണാൻ പറ്റുന്നതാണ് നെയ്യാർ ഡാമിൻ്റെ റിസർവോയറും. നെട്ടാന്നെങ്ങാണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഹോട്ടൽ അവിടെയായിരുന്നു, അച്ചായൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് ഇഷ്ടപ്പെട്ട വേണ്ട മീൻ ഏതാണോ അത് അവർ വറുത്തപ്പം തന്നെ കൊണ്ടുതരും. കപ്പയും മീൻ കറി, പിന്നെ ചോറ്, സാധാ ചോറും കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുതന്നു. ഒരു അമ്മമ്മ അപ്പനോട് നടത്തുന്ന ഒരു കുഞ്ഞ് ഹോട്ടലാണ്. അപ്പോൾ ഈ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്ന, ഞാൻ പറഞ്ഞത് ഒരു നെല്ലുണ്ടായിരുന്നു അമ്പൂരി എന്ന് പറഞ്ഞു, അതിൽ നിന്നാണ് പേര് കേട്ടത്. പിന്നെ വേറെ എന്തൊക്കെയോ കഥകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു വലിയൊരു ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. കുറേ പേര് മരിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയും ഈ സ്ഥലം കുറച്ചൊരു ഇതാണ്. തമിഴ്നാട് ബോർഡറായിട്ട് വരും. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സോളം ഉണ്ട്. പക്ഷേ ഒരുപാട് ഒരു 1 ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ അമ്പൂരി എന്ന് പറയണത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും സാധ്യതകളുള്ള സ്ഥലമാണ് കാണാനുണ്ടെന്നൊക്കെ. ഞങ്ങൾ പിന്നെ ടയർഡായതുകൊണ്ടും കുട്ടികളുള്ളതുകൊണ്ടും ഞങ്ങൾ വേറെ ഒന്നിനും നിന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരാമെന്ന് അങ്ങനെ വിചാരിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒരു വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫുഡ്. പുഴയിലേക്ക് പോവുകയാണ്. പുഴയാണോ കായലാണോ എന്ന് അറിയാൻ പാടില്ല, എന്തോ ഒരു സാധനം കാണിച്ചിട്ടാ. ഫുഡൊക്കെ കഴിച്ചു. ഇതാ ബാക്കി കാണുന്ന ഹോട്ടലിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ അടിപൊളി വ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ച് വന്നാലും അവിടെ പോകുന്നു. റബ്ബർ തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഇതിങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വഴിയേ ഫുൾ കാണാൻ പറ്റുന്ന ഒരു കായലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് ആ വ്യൂ. ആ ഒരു റിസർവോയർ ആണെന്നാണ് എനിക്ക് വിശ്വാസം കേട്ടോ. നെറ്റാന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചു പറഞ്ഞത്. എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി വ്യൂ എന്നൊക്കെ പറയില്ല, അങ്ങനെയായിരുന്നു. കുറച്ച് നേരം കുട്ടികളെ അവിടെ കാര്യം നനയ്ക്കും, കാരണം ചെളി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് പേര് കുളിക്കാനും നനയ്ക്കാനൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇറങ്ങണ്ട, ചെടിയുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. പക്ഷേ അമ്പൂരിക്ക് മാത്രമായിട്ട് ഇന്നൊരു ദിവസം പോകണം, കുറേ സ്ഥലങ്ങൾ ഇനി കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഡിന്നർ കഴിക്കാൻ പോയാലോ? അങ്ങനെയാണ് ഡിന്നർ കഴിക്കാൻ പോയത്. കഴക്കൂട്ടത്തുള്ള ടെറസ് ബൈ മക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാട്ടോ. ഞങ്ങൾ ചുമ്മാ നോക്കിയപ്പം ഓക്കെ, നല്ല വ്യൂവും അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഹോട്ടൽ, ഒരു റിസോർട്ട്, ഞാൻ എന്താണ് ഈ പറയുന്നത്, ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് 7th ഫ്ലോറിലാട്ടോ, ഈ അംബ്രോസിയുടെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഒരു പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടറും പിന്നെ നാൻ, 2 ചിക്കൻ കറി, പാസ്ത, ഇതൊക്കെയാണ് പറഞ്ഞത്. ആൻഡ് മെയിൻ ടൈം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. കുട്ടികൾക്കല്ലാട്ടോ, വലിയവർക്കും കളിക്കാം, കാരണം ഈ വെയിറ്റിംഗ് ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് വന്നു. ഞങ്ങൾ വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പ്രോൺസിൻ്റെ ആ സ്റ്റാർട്ടറാണ്, അത് കഴിച്ചു. അതുപോലെ തന്നെ നാനും ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്രീമി, നല്ല റിച്ച് ആയിട്ടുള്ള കറി സോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അന്നത്തെ ദിവസം കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഡേ ആയിരുന്നു കല്യാണം. അങ്ങനത്തെ കല്യാണത്തിന് ഞങ്ങൾ സെറ്റപ്പായി റെഡി ആയിട്ട് പോവുകയാണ്. കല്യാണം നടക്കുന്നത് നമ്മുടെ അൽസാജ് എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലാട്ടോ. അൽസാജ് അറീന എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നു. അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, അതൊക്കെ 2-3 ഗ്ലാസ്സൊക്കെ ഞങ്ങൾ അകത്താക്കി. അങ്ങനെ ഉള്ളിൽ കയറിയിരുന്നു. നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പിള്ളേരെയും കുട്ടിപ്പട്ടാളത്തിനെ കൊണ്ട് ഞങ്ങൾ പിന്നെ അകത്ത് പോയിരുന്നു. അങ്ങനെ അവിടെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. ചെക്കനും പെണ്ണിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പെണ്ണിൻ്റെ എൻട്രിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര മത്തപ്പൊക്കെ കത്തിച്ച് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ട്രിവാൻഡ്രത്ത് ഒരു വെഡ്ഡിങ് കൂടുന്നത് എങ്ങനെയായിട്ടാണ്. കാരണം ഞാൻ പറയാം, സദ്യയും കാര്യങ്ങളൊക്കെ കുറേ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്താ പറയുക, കേസരി, അതുപോലെ തന്നെ പരിപ്പ് വട, ജിലേബി ഉണ്ടായിരുന്നു തോന്നുന്നു. പരിപ്പ് വടയൊക്കെ ഞാൻ ഈ കല്യാണ സദ്യക്ക് കാണുന്ന ആദ്യമായിട്ടാണ്. അത് അവിയൽ, കാഷ്യൂനട്ട്, അപ്പോൾ ഇതൊക്കെ ട്രിവാൻഡ്രത്തിൻ്റെ പ്രത്യേകതകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറികളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നമ്മൾ എറണാകുളം സൈഡൊക്കെ വെച്ച് നോക്കുമ്പോൾ മസാലക്കറിയൊക്കെ വേറെ ടൈപ്പായിരുന്നു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് ഫേവറേറ്റ് പാർട്ട് വാസ് പായസം. അടപ്രഥമനും പഴവും പായസവും ആൻഡ് ബോളിയും പാൽപ്പായസവും. അങ്ങനെ ഞങ്ങളുടെ ട്രിവാൻഡ്രം ട്രിപ്പ് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.